ആരത് വാസിയങ്കളാ? പൊടി വീശക്കാരെ എവിടെ പോയത്? ഞാൻ ഇവിടെ വരെ പോയത്. ഇവിടെ വരെ പോയത് എന്തിപ്പോ അച്ഛനെ പോലെ മുണ്ടെടുത്താണല്ലോ യാത്ര. ഇടുപ്പിലിരിക്കോടാ മുണ്ടൊക്കെ. അച്ഛന്റെ മോനല്ലേ, അപ്പൊ മുണ്ടൊക്കെ ഇടുപ്പിയിരിക്കും. നിന്റെ സേവാന്തരമൊക്കെ എങ്ങനെ പോകണം? വല്ല ചില്ലറ കിട്ടണുണ്ടാ? വലിയ കുഴപ്പമില്ലാതെ പോണ്. പിന്നെ നമുക്ക് കിട്ടണ ജോലി നമ്മൾ വീറും വൃത്തിക്കും ചെയ്ത് കഴിഞ്ഞാൽ വല്ലതൊക്കെ തടയും. വലിയതായിട്ടൊന്നും തടയത്തില്ല. അച്ഛനെ പോലെ തന്നെ സംസാരിക്കാനൊക്കെ പഠിച്ചു. നിങ്ങളെപ്പോലുള്ള പൊതുജനങ്ങളുടെ ഇടയിൽ വേണ്ടേ സംസാരിക്കാൻ? പിടിച്ചു നിൽക്കണ്ടേ? പിന്നെ കുറച്ച് നാക്കും മൂക്കൊക്കെ വേണം. നിനക്ക് കുറച്ച് നാക്കും മൂക്കൊക്കെ ഈയിടായിട്ട് കുറച്ച് കൂടുതൽ തന്നെടേ. അത് കാണിച്ചാണല്ലോ നീ ആൾക്കാരെയൊക്കെ വശത്താക്കണത്. ഞാൻ ആരെയാ വശത്താക്കിയെന്ന്? അങ്ങനെ എനിക്ക് അങ്ങനെ ആരെയും വശത്താക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഒരു സ്ഥാപനം നടത്തുന്നു, അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു, പൊതുസേവനം ചെയ്യുന്നു, കിട്ടുന്ന ലാഭം എടുക്കുന്നു, അത്രേ ഉള്ളൂ. ശരി, ആയിക്കോട്ടെ. ശരി ശരി. നിങ്ങളാ നീ ഇപ്പൊ അമ്പലത്തിലൊന്നും പോകാറില്ലേടേ? അമ്പലത്തില്ല പോകാറില്ല. അത് വേണ്ടപ്പെട്ടവരാരും അവിടെ ഇപ്പൊ ദർശനത്തിന് പറഞ്ഞില്ലേ? വേണ്ടപ്പെട്ടവരാര് വരുന്നില്ലേന്ന്? ഞാൻ അങ്ങനെ ആരെയും കാണാനൊന്നുമല്ല അമ്പലത്തിൽ പോണത്. ആയിക്കോട്ടെ, നീ പരമഭക്തായി. യേശു അരമന രഹസ്യ അങ്ങാടി പാട്ട്. നിങ്ങൾ കുറെ ആയി കേട്ടാ. എനിക്ക് അങ്ങള് കുത്തി സംസാരിക്കണം മനസ്സിലാവണമെന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ അത്രയും കൊച്ചുകുട്ടിയൊന്നുമില്ല. നീ കൊച്ചുകുട്ടിയല്ലേ, നീ വലുതായത് നേരത്തെ തെളിയിച്ചു കഴിഞ്ഞ്. അങ്ങള് ഇമ്മ മാന്ത്രം വർത്താനം പറയാൻ പോകാൻ നോക്കി. എന്താണേ മാന്ത്രം വർത്താനം പറയലെന്നാ? കുറച്ച് പൊങ്ങിയൊക്കെ ഉള്ളത് തന്നെ, ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞോണ്ടില്ല. തലയെ കൊട്ടി കൊടുത്തോളെ. തല കൊട്ടി ഉടക്കാനാ? എന്തൊരു കളിമണ്ണ് വെച്ചുണ്ടാക്കി വെച്ചേക്കണ്? നിന്റെ അച്ഛനോ ചേട്ടനോ പോലും ബാസിയുടെ മൊത്തം ഇങ്ങനെ സംസാരിക്കില്ലാട്ടാ. ഇല്ല, അവര് സംസാരിക്കില്ല. പക്ഷെ ഞാൻ സംസാരിക്കും. അങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്. അങ്ങൾ ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠി. മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കാനാ? നീ നിനക്ക് ആവശ്യമില്ലാത്ത ഓരോന്ന് കാണിക്കല്ലടാ മുട്ടേന്ന് വരുന്നതിന് മുമ്പേ. അത് നമ്മൾ പറഞ്ഞത് തെറ്റല്ലടാ. ഞാൻ ആവശ്യമില്ലാത്ത എന്ത് കാണിച്ചെന്ന്? എന്തിനാ സൗണ്ട് വെക്കണേ? അതൊക്കെ സംസാരടാ. നിന്റെ മുമ്പേ നിൽക്കുന്ന ആരടാ? നിന്റെ അച്ഛൻ്റെ ആഗ്രഹം കൂട്ടുകാരനല്ല, ബാസ്യങ്ങളാണ് ബാസ്യങ്ങള്. ആ ഒരു മര്യാദ ഉള്ളതാണ് ഞാൻ എത്ര നേരം മാനം മര്യാദയ്ക്ക് സംസാരിച്ച. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ ഞാനൊന്നും പറയില്ല, ഞാൻ പോണ് കേട്ടോ. നീ പറഞ്ഞിട്ട് പോയാ മതി. നിനക്കേ അമ്പലത്തിന്റെ ഇടവഴിയിലും മറ്റേ പൊന്തക്കാടിന്റെ സൈഡിലും മുടുക്കിലും അങ്ങും നിന്ന് ആൾക്കാരുടെ അടുത്ത് പാത്തും പതിക്കുന്ന സംസാരിക്കാറില്ലടാ. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇതിനെ ഉപദേശിക്കണം, നിനക്ക് പിടിക്കാതാവണത്. ഞാൻ അങ്ങനെ സംസാരിക്കാം, അതെന്റെ ഇഷ്ടം. നിങ്ങൾ നീ പറഞ്ഞിട്ട് പോയാ മതി. ഞാനെ തള്ളിയേ? നീ ബാസിയെ തള്ളില്ലടാ. നീ ബാസിയാണ് തള്ളിയല്ലേ? ഞാനേ സമയം പോലെ വന്ന് കാണേണ്ടവരെ കണ്ട് കാര്യം പറഞ്ഞോളാം. നീ ബാസിയെ തള്ളില്ലടാ. ബാസിയല്ലേ? ചെല്ലങ്ങളെ എന്തോന്നിത്? എത്ര നേരം നീ ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കണേ? 2-3 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കണ്ടല്ലോ, എപ്പോ നോക്കിയാലും ഫോണില്. അത് ഞാനേ പഠിക്കാനുള്ള കോഴ്സിനെ പറ്റി നോക്കുമായിരുന്നു. കുറെ നല്ല സാധ്യതയുള്ള കോഴ്സൊക്കെ ഉണ്ടമ്മ, അപ്പൊ അതിനെ റിസർച്ച് ചെയ്യാറ്. സാധ്യത അതെ പ്രാവർത്തികമാക്കണം. ഏതെങ്കിലും കോഴ്സിൽ ചേർന്നാലേ അതിന് സാധ്യത ഉണ്ടാവുള്ളൂ. 2 പേരുടെ നോക്കിക്കൊണ്ടിരുന്ന അതിന് സാധ്യത ഒന്നും ഉണ്ടാവില്ല. അമ്മ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അമ്മയ്ക്ക് എന്തെങ്കിലും തോന്നുന്നു? എനിക്കെന്തെങ്കിലും തോന്നുന്ന കാര്യമാണ് നീ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കാര്യം ചോദിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ഈ മുഖവരുടെ ആവശ്യം ഉണ്ടാവില്ലല്ലോ. എന്തായാലും കുഴപ്പമില്ല, തോന്നിയാലും കുഴപ്പമില്ല, ചോദിച്ചോ. അമ്മ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് കോഴ്സ് ഒന്നും ചെയ്യാൻ പറ്റാത്ത. അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് പിള്ളേര് സംസാരം ബഹളം അങ്ങനെ കുറെ സമയമൊക്കെ പോവല്ലോ, പിന്നെ അടുക്കളയിലും ആണല്ലോ, അതുകൊണ്ട്. അപ്പൊ കോഴ്സിന് ചേരാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് നീ കണ്ടുപിടിച്ച്. ഇതാണ് അച്ഛൻ പറയണത്. എന്തെന്ന്? അവസാനം ലച്ചു വീട്ടുകാരെ തള്ളി പറയുമെന്ന്. അല്ല വേറൊന്നുമല്ല, ലച്ചു ഇവിടെ നിൽക്കുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അവസാനം നമുക്കത് പഴുകേക്കലായി മാറുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ ആരെയും പഴി പറഞ്ഞൊന്നും അല്ല, എന്റെ ഉള്ളിലുള്ളൊരു സംശയം ഞാൻ അമ്മയടുത്ത് ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ഇതൊരു വല്ലാത്ത സംശയം ചോദിക്കലായി പോയി ലച്ചു. ഇത് ഇങ്ങനത്തെ ഒരു സംശയമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാ ചോദിക്കേണ്ടത്. എന്തെന്നാമേ നീ ഇവിടെ നിക്കണേ നിന്നോ? അത് നിനക്ക് താല്പര്യം ആവശ്യമുള്ളതുകൊണ്ടാണെന്ന് നമുക്കറിയാം, അല്ലാണ്ട് നമ്മൾ പിടിച്ചു നിർത്തണമെന്നല്ലോ. നിന്റെ ഷോ ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഷോയാ? ഞാൻ എന്ത് ഷോ കാണിച്ച്? എന്റെ സ്ഥാനത്ത് വേറെ വല്ല പെമ്പിള്ളേരായിരുന്നെങ്കിലേ അവര് കാണിക്കുന്ന ഷോയാണ് ഷോ. നിന്റെ സ്ഥാനത്ത് വേറെ വല്ല പെമ്പിള്ളേരായിരുന്നെങ്കിൽ അടിച്ച് ഓടിച്ചാൻ ആദ്യമേ. അതെ, നമുക്ക് ഈ ടോക്ക് ഇവിടെ നിർത്താം, അല്ലെങ്കിൽ ഇരു വിവാഹക്കാർക്കും പ്രശ്നമായിരിക്കും. ഓഹോ, ഓക്കെ, കൊള്ളാം. എന്താ ഇത് വരെ അമ്മ അച്ഛനെക്കാളും കഷ്ടമുള്ള എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ പിടിച്ചുകൊണ്ട് നിന്നോളൂ. എത്തിയാ? അല്ല നീയല്ലേ പറഞ്ഞ നീ വൈകിയേ വരുള്ളൂ എന്ന്, കൊണ്ട് നേരത്തെ എത്തിയത്? എന്റെ ഗ്രഹപ്പഴക്ക് ഞാൻ ഉച്ചേച്ചറ വീട്ടിൽ നേരത്തെ ഇറങ്ങി. ഗ്രഹപ്പഴേ? വരുന്ന വഴിക്ക് ഭാസ്യങ്ങളൊക്കെ ഉണ്ട്. ഭാസ്യങ്ങൾ കാണുമ്പോ എങ്ങനെ ഗ്രഹപ്പഴാണത്? അച്ഛൻ പലപ്പോഴും ഈ സംഭവം പറയും, പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴാണ് അതിന്റെ കറക്റ്റ് അർത്ഥം മനസ്സിലായത്.
ബാസികളായിട്ട് എന്തെങ്കിലും സംസാരം നടന്നാ? ഡാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ, ഇവൻ ഭാസ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം തന്നെ എപ്പോഴും. എടാ ഭാസ്യങ്ങൾ എന്താ പറഞ്ഞ പറ. ആന്നൊന്നും പറയാതിരിക്കുന്നേ ഭേദം. നമ്മൾ ചുമ്മാ വഴി കൂടെ പോയാലും പിടിച്ചെടുത്ത് ഓരോ കുറ്റം പറയുമല്ലോ. എന്ത് കുറ്റാ പറഞ്ഞെന്ന് പറ. അത് വിടാതൊന്നും നീ പറയാൻ പോണില്ല. രാവിലെ എന്ത് കഴിക്കേ? അതാണ് സ്പെഷ്യല്. സ്പെഷ്യലാ? എന്ത് സ്പെഷ്യല്? അമ്മ പറയണ്ട. അതെ, അത് അമ്മ സ്പെഷ്യൽ ആക്കി വെച്ചേക്കുവാണല്ലോ. അമ്മ പറയാമ. അമ്മ പറയണ്ട. പറയണ്ട അമ്മ. എടാ അവന് ടെൻഷൻ പിടിക്കില്ല. ഭക്ഷണത്തിന്റെ കാര്യമാകുമ്പോ ഒരുപാട് നേരം ഒന്നും അവന് പിടിച്ചേക്കാൻ പറ്റില്ല. അതായത് പറയാല്ലേ, ദോശമാവ് ഉണ്ടായിരുന്നില്ല. അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ. അതുകൊണ്ട് അമ്മ എന്താ ചെയ്തതെന്ന് വെച്ചാ ഗോതമ്പ് പൊടി കലക്കിയിട്ട് അത് വെച്ച് ദോശ ഇട്ട്. പിന്നെ കറിയാണ് അതിനേക്കാൾ വലിയ സ്പെഷ്യല്. അതിപ്പോ പറയണ്ട, അത് പിന്നെ പറയാം. നിനക്ക് ഇഷ്ടപ്പെടുന്ന കറിയാ, നല്ല എരിവുള്ള കറിയാണ്. മുളക് പൊടി ഉണ്ടല്ലോ, ഇങ്ങനെ കുറച്ചങ്ങ് ഇട്ടിട്ട് പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നല്ലോണം ചാലിച്ചിട്ട് ആ ദോശ, ചൂട് ദോശ അതിൽ മുക്കി ഇങ്ങനെ കഴിക്കുമ്പോൾ മോനെ ഭയങ്കര ടേസ്റ്റാണ്. നീ കഴിച്ചിട്ടില്ലല്ലോ, കഴിച്ച് നോക്കണം. സ്പെഷ്യല് ഇതാ സ്പെഷ്യല്. ഇത് സ്പെഷ്യൽ ഇത് ഇവിടെ ഉണ്ടാക്കാറില്ലല്ലോ. അപ്പൊ ഇവിടെ ഉണ്ടാക്കത്തില്ല, സ്പെഷ്യലാണ്. അങ്ങനെയാണെങ്കിൽ അപ്പവും ബീഫും ഇവിടെ ഉണ്ടാക്കാറില്ലല്ലോ. അപ്പവും ബീഫ് കറി ഇവിടെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. പക്ഷേ കഷ്ടകാലത്തിന് അത് ഉണ്ടാക്കാൻ നമ്മളതിൽ ബീഫില്ല, അപ്പമില്ല. അതെ, ഞാൻ ഇനി ഒന്നും പറയണില്ല. ആള് കളന്നു പോയിട്ടോ. ഭക്ഷണത്തിന്റെ കാര്യം കേസിന് ഒരു വിട്ടുവീഴ്ചയില്ല.